ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ മഹാജൻപദാസ്? മഹാജൻപദാസ് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിസ്റ്റ് വർക്കായ അംഗൂട്ടര നികായയില് 16 പൊളിറ്റിക്കൽ എൻറ്റിറ്റീസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 16 പൊളിറ്റിക്കൽ എൻറ്റിറ്റീസിനെയാണ് നമ്മൾ മഹാജനപദാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ദ ബുദ്ധിസ്റ്റ് വർക്ക് അംഗൂട്ടര നികായ speaks of 16 political entities that came into being. These were known as Mahajanpadas. Question: write a short note on Vardhamana Mahavira. വർദ്ധമന മഹാവീരനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. ജൈനിസം പ്രകാരം വർദ്ധമന മഹാവീര പറയുന്നത് 24ാമത്തെയും അവസാനത്തെയും ത്രിതങ്കരയായിരുന്നു. ഇദ്ദേഹം ജനിച്ചത് ബീഹാറിലെ വൈശാലിക്കടുത്തുള്ള കുണ്ട ഗ്രാമയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ മഹാവീര എന്നും ജീന എന്നും വിളിക്കാറുണ്ട്. ഇതിന്റെ ഉത്തരം നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: according to Jainism, Vardhamana Mahavira is the 24th and the last Tridangara. He was born in Kundagrama near Vaishali in Bihar. He was known as Mahavira and Jina. He attained Nirvana at Pava near Patna. Question: 6th century BCE was considered as a remarkable period in world history. Why? World history എന്തുകൊണ്ടാണ് 6th century BCE ഒരു റിമാർക്കബിൾ പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇപ്പൊ 6th century BCE ഇന്ത്യയിൽ നിന്നുള്ള വർദ്ധമന മഹാവീരയും അതുപോലെ ഗൗതം ബുദ്ധയും പിന്നെ ഇറാനിൽ നിന്നുള്ള സാരതുസ്ട്രയും അതുപോലെ തന്നെ ചൈനയിൽ നിന്നുള്ള കൺഫ്യൂഷ്യസും അതുപോലെ തന്നെ ഗ്രീസിൽ നിന്നുള്ള ഹെറാക്ലിറ്റസും പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് എക്കണോമിക് പരമായിട്ടും അതുപോലെ പൊളിറ്റിക്കൽ ഫീൽഡ്സിലൊക്കെ ലോകമെമ്പാടും പല മാറ്റങ്ങളും വന്നത്. അതുകൊണ്ടാണ് വേൾഡ് ഹിസ്റ്ററിയിൽ ഈ ഒരു പീരീഡ് വളരെ റിമാർക്കബിൾ ആണെന്ന് പറയാൻ കാരണം. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: 6th century BCE was the time when Vardhamana Mahavira and Gautam Buddha in India, Zarathustra in Iran, Confucius in China, and Heraclitus in Greece spread new ideas. In this period, drastic changes occurred in economic and political fields across the world. New political systems also came into existence. Hence, this was a remarkable period in world history. Question: write a short note on Rich Ghahabadis. റിച്ച് ഗഹബദീസിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. 6th century BCE ട്രഡീഷണൽ വർണ്ണ സിസ്റ്റത്തിന്റെ ഔട്ട്സൈഡിൽ ഒരു പുതിയ സോഷ്യൽ ക്ലാസ് രൂപീകരിച്ചു. അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് വെൽത്തി ഗഹബദീസ് എന്ന് പറയുന്നത്. ഇവർ വന്നിട്ട് ട്രേഡിലും ലാൻഡ് ഓണർഷിപ്പിലൊക്കെ എൻഗേജ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഒരു ഹയർ പൊസിഷനും അതുപോലെ തന്നെ ഹയർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും അച്ചീവ് ചെയ്തു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ഇൻ ദ 6th century BCE, new social classes arose outside the traditional Varna system. Among them, wealthy Ghahabadis played a significant role. Engaged in trade and land ownership, they achieved higher financial status and social standing. Question: what is meant by Tridangara? Tridangara പറഞ്ഞാൽ എന്താണ്? ജൈനിസം പ്രകാരം ത്രിതങ്കര പറഞ്ഞാല് അസറ്റിസത്തിലൂടെ വിസിഡം അറ്റൈൻ ചെയ്ത ഒരു വ്യക്തി എന്നാണ്. അപ്പൊ ജൈനിസ പ്രകാരം 24 ത്രിതങ്കരാസാണ് ഉള്ളത്. അതില് ഋഷഭ് ദേവയാണ് ആദ്യത്തെ ത്രിതങ്കര, അതുപോലെ വർദ്ധമന മഹാവീരയാണ് 24ാമത്തെയും അതുപോലെ അവസാനത്തെയും ത്രിതങ്കരയായിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: according to Jainism, Tridangara means one who attained wisdom through asceticism. Jainism recognizes 24 Tridangaras. Rishabh Deva was the first, Parshvanatha the 23rd, and the Vardhamana Mahavira the 24th and the last Tridangara. Mahavira added his own idea to existing principles and propagated Jainism. Question: what is meant by Triratnas? Explain. Triratnas പറഞ്ഞാൽ എന്താണ്? അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ജൈനിസ പ്രകാരം മഹാവീര മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 3 പ്രിൻസിപ്പിൾസ് പ്രപ്പോസ് ചെയ്തിരുന്നു. ഈ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ ആണ്. ഈ 3 പ്രിൻസിപ്പിൾസിനെയാണ് ജൈനിസത്തിൽ ട്രൈരത്നാസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം.
Answer. In Jainism, Mahavira proposed 3 principles for attaining moksha or salvation. These principles are right belief, right knowledge, and right action. These 3 principles in Jainism is known as the Triratnas. Question. What are stupas? Stupas പറഞ്ഞാൽ എന്താണ്? ബുദ്ധാസിന്റെ ഫിസിക്കൽ റിമെയിൻസും അതുപോലെ അദ്ദേഹം യൂസ് ചെയ്ത ഒബ്ജക്ട്സ് ഒക്കെ ബറി ചെയ്ത സൈറ്റിനകത്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് സ്റ്റൂപ്പാസ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് സെമി സർക്കുലർ ഷേപ്പ് ആയിരിക്കും. സാഞ്ചിയും സാർനാഥുമാണ് ഫേമസ് ആയിട്ടുള്ള 2 സ്റ്റൂപ്പാസ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ. Stupas are structures constructed at sites where the Buddha's physical remains or objects he used were buried. They are in a semicircular shape and are rich in carvings. Sanchi and Sarnath are 2 famous stupas. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ജനപദാസ്? ജനപദാസ് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ പെർമനന്റ് ആയിട്ട് സെറ്റിൽ ചെയ്ത പ്ലേസസിനെയാണ് ജനപദ എന്ന് പറയുന്നത്. ജനപദ ഉണ്ടാക്കിയിരിക്കുന്നത് ഫോറസ്റ്റിനൊക്കെ ക്ലിയർ ചെയ്തിട്ട് അതിനെ ഫാം ലാൻഡ്സും അതുപോലെ റെസിഡൻഷ്യൽ ഏരിയസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ. ജനപദ മീൻസ് എ പ്ലേസ് വെർ പീപ്പിൾ വർ സെറ്റിൽഡ് പെർമനന്റ്ലി. Janapadas were formed by clearing forest and converting to farmlands or residential areas. Agricultural surplus production in the Janapadas improved trade and town development. Question. What is meant by second urbanization? The term used by historians. എന്താണ് സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ? ജനപദാസിന്റെ കയ്യിലുള്ള അഗ്രികൾച്ചറിന്റെ സർപ്ലസ് വന്നിട്ട് ട്രേഡിന്റെ ഗ്രോത്തിനും അതുപോലെ ടൗൺസിന്റെ ഒക്കെ ഗ്രോത്തിന് കാരണമായി. ഈ ഒരു പീരീഡിൽ വന്നിട്ട് ലാൻഡ് ഓണർഷിപ്പ് പറഞ്ഞൊരു കൺസെപ്റ്റ് രംഗത്ത് വന്നു. ഈ ചേഞ്ചസിനെയൊക്കെയാണ് സെക്കൻഡ് അർബനൈസേഷൻ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ. The agricultural surplus in the Janapadas led to the growth of trade and towns, which became centers for craft. This period marked a strong connection to land and agriculture, leading to the concept of land ownership. These changes are known as the second urbanization phase. Question. Write a short note on monastic order in Buddhism. ബുദ്ധിസത്തിലുള്ള മൊണാസ്റ്റിക് ഓർഡറിനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാം. അല്ലെങ്കിൽ വാട്ട് ഈസ് സംഘ? ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ പ്രാക്ടീസസ് ഫോളോഡ് ഇൻ സംഘാസ്. സംഘ പറഞ്ഞാൽ എന്താ, സംഘയിൽ ഫോളോ ചെയ്തിരുന്ന പ്രാക്ടീസസ് ഏതൊക്കെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ബുദ്ധിസത്തില് മൊണാസ്റ്റിക് ഓർഡറിന് തന്നെയാണ് സംഘ എന്ന് പറയുന്നത്. സംഘ പറയുന്നത് മോങ്സും നൺസും ഉൾപ്പെടെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ കാസ്റ്റും ജെൻഡറും നോക്കാതെ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള വിമൻസിനെ വന്നിട്ട് ഭിക്ഷുണീസ് എന്നും അതുപോലെ മെന്നിനെ വന്നിട്ട് ഭിക്ഷൂസ് എന്നാണ് വിളിച്ചിരുന്നത്. ഇവര് ഡിസിഷൻ എടുത്തത് ഡിസ്കഷനിലൂടെയും അതുപോലെ മെജോറിറ്റി ഒപ്പീനിയൻ ഒക്കെ എടുത്തിട്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ. In Buddhism, the monastic order is also known as the Sangha. Sangha is a community of monks and nuns who practice and promote Buddha's teachings. Anybody can join the Sangha regardless of caste and gender. Women of the Sangha were known as bhikshunis and the men were called bhikshus. Decisions were made in groups through discussions and majority opinion. The working method of the Buddhist Sangha helped to develop the sense of democracy and values. Question. വാട്ട് ഈസ് എയ്റ്റ് ഫോൾഡ് പാത്ത് ഓർ അഷ്ടാംഗ മാർഗ? എയ്റ്റ് ഫോൾഡ് പാത്ത് അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗ പറഞ്ഞാൽ എന്താണ്? ബുദ്ധിസത്തില് എയ്റ്റ് ഫോൾഡ് പാത്ത് അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ആണ്. ഇത് വന്നിട്ട് നമ്മുടെ സഫറിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ദുഃഖത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇതിനകത്ത് 8 ഇന്റർകണക്റ്റഡ് പ്രാക്ടീസസ് ആണ് വരുന്നത്. അതായത് റൈറ്റ് വിഷൻ, റൈറ്റ് ഇന്റൻഷൻ, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലൈവ്ലിഹുഡ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് അവയർനെസ്, റൈറ്റ് മെഡിറ്റേഷൻ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ. The Eightfold Path or Ashtanga Marga is a fundamental concept in Buddhism to enlightenment and liberation from suffering or dukkha. It consists of 8 interconnected practices such as right vision, right intention, right speech, right action, right livelihood, right effort, right awareness, right meditation. Question. What is Ashogadhamma? Describe. അശോകധാമ പറഞ്ഞാൽ എന്താണ്? അതിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. പീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അശോക എംപറർ
പ്രൊപ്പഗേറ്റ് ചെയ്ത ഐഡിയയാണ് അശോകധാമ അല്ലെങ്കിൽ ധർമ്മ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന മെയിൻ ഐഡിയാസ് എന്ന് പറയുന്നത് മറ്റു റിലീജിയൻസിനോട് ടോളറൻറ്റ് കാണിക്കുക, അതോടൊപ്പം ടീച്ചേഴ്സിനോടും എൽഡേഴ്സിനോടും റെസ്പെക്റ്റ് കാണിക്കുക, പിന്നെ സ്ലേവ്സിനോടും സുഖമില്ലാത്തവരോടും അതായത് സിക്ക് പീപ്പിളിനോടും കൈൻഡ് കാണിക്കുക എന്നിവയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: The ideas propagated by the Emperor Ashoka to maintain peace and coexistence are known as Ashoka Dhamma or Dharma. The main ideas of Ashoka Dhamma are: be tolerant to other religions, respect elders and teachers, be kind to slaves and the sick. Question: write a short note on Vaji's administration based on the Buddhist work Digha Nikaya. ബുദ്ധിസ്റ്റ് വർക്കായ ദിഗ നികായയുടെ അടിസ്ഥാനത്തിൽ വാജീസ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. ഇപ്പൊ ബുദ്ധയുടെ വർക്കായ ദിഗ നികായയില് വാജീസ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഇതിനകത്ത് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് മാത്രമാണ്. പിന്നെ എല്ലാ ജനങ്ങളും ഒരുമിച്ചാണ് വർക്ക് ചെയ്തിരുന്നത്. അവർ എൽഡേഴ്സിന് റെസ്പെക്റ്റും സപ്പോർട്ടൊക്കെ കൊടുത്തിരുന്നു. പിന്നെ വാജിയിലുള്ള എല്ലാ വിമനും നല്ല ഫ്രീ ആയിട്ടായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ബുദ്ധ ഗീവ്സ് എ ഡീറ്റെയിൽഡ് വ്യൂ ഓൺ വാജീസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ ബുദ്ധിസ്റ്റ് വർക്ക് ദിഗ നികായ. ഈച്ച് ഓഫ് ദ ബിലോ പോയിന്റ്സ് were given individual attention. Decisions were taken together after discussion. People worked together. Elders were respected, supported, and listened to carefully. Women of Vaji lived freely. There were places of worship in villages and cities. People of different faiths can move about freely. Everyone was respected. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷന്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷന്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷന്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363. ക്വസ്റ്റ്യൻ: ഡിസ്ക്രൈബ് ദ മൗര്യൻ റൂൾ. മൗര്യൻ റൂളിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. മൗര്യൻ കിങ്ഡം പറയുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു കിങ്ഡം ആണ്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് അതിന് സബ് ഡിവിഷൻസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കിങ്ഡം വന്നിട്ട് 4 പ്രോവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സദേൺ, വെസ്റ്റേൺ, നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ ആയിട്ട്. ഈ ഓരോ പ്രോവിൻസസും അതിൻ്റെതായ ക്യാപിറ്റൽ ഉണ്ട്. അത് വന്നിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഗവർണേഴ്സ് ആണ്. മൗര്യൻ കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ പറയുന്നത് പാട്ലിപുത്രയാണ്. അപ്പൊ ഇത് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് എംപറർ തന്നെയാണ്. അതുപോലെ തന്നെ മൗര്യന്റെ ആർമിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഫാൻട്രി, കാവൽട്രി, ഷാരിയറ്റ്സ്, എലിഫൻസ് ആൻഡ് നേവി വന്നിട്ട്. അതുപോലെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ വന്നിട്ട് മാനേജ് ചെയ്യുന്നത് 30 മെമ്പർ കമ്മിറ്റിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: The Mauryan kingdom was huge. Subdivisions were made for easier administration. According to historian Romila Thapar, Ashoka was the fundamental principle that brought peace and harmony to the kingdom. Administrative rules included: the kingdom was divided into provinces such as southern, western, northern, and eastern provinces. Provinces had its own capital and was under the control of governors. Patliputra, the Mauryan kingdom capital, was directly controlled by the emperor. The Mauryan army had 5 divisions: infantry, cavalry, chariots, elephants, and the navy. Military administration was managed by a 30-member committee. Question: what are the different provinces under the Maurya kingdom? Name their capitals. Maurya kingdomത്തിന്റെ അണ്ടറിൽ വരുന്ന ഡിഫറെന്റ് പ്രോവിൻസസ് ഏതൊക്കെയാണ്, അതിന്റെ ക്യാപിറ്റൽസ് ഏതൊക്കെയാണ്? ഇപ്പൊ മൗര്യ കിങ്ഡത്തില് 4 പ്രോവിൻസസ് ആണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ സദേൺ പ്രോവിൻസ്, അതിന്റെ ക്യാപിറ്റൽ വരുന്നത് സുവർണഗിരിയാണ്. പിന്നെ വെസ്റ്റേൺ പ്രോവിൻസ്, അതിന്റെ ക്യാപിറ്റൽ ഉജ്ജയിനിയാണ്. പിന്നെ നോർത്തേൺ പ്രോവിൻസ്, അതിന്റെ ക്യാപിറ്റൽ തക്ഷശീലയാണ്. പിന്നെ ലാസ്റ്റ് വരുന്ന പ്രോവിൻസ് ഈസ്റ്റേൺ ആണ്, അതിന്റെ ക്യാപിറ്റൽ ടൊസാലിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: 4 provinces and their capital of the Mauryan kingdom: Southern province Suvarnagiri, Western province Ujjaini, Northern province Takshashila, Eastern province Tosali.
Question. The system of government that prevailed in Athens 2500 years ago resembled modern democracy. Substantiate this statement. 2500 ഇയേഴ്സ് എഗോ ഏതൻസിൽ ഉണ്ടായിരുന്ന സിസ്റ്റം ഓഫ് ഗവൺമെന്റും അതേപോലെ തന്നെ മോഡേൺ ഡെമോക്രസിന്റെ ഗവൺമെന്റും റിസംബിൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2500 ഇയേഴ്സ് എഗോ ഉള്ള ഏതൻസിലുള്ള ഗവൺമെന്റ് റൂൾസും അതേപോലെ മോഡേൺ ഡെമോക്രസിയിലുള്ള റൂൾസും ഏകദേശം സിമിലർ ആണ്. അപ്പൊ അതിൽ വരുന്ന ചില റൂൾസ് എന്തൊക്കെയാന്ന് വെച്ചാൽ 30 വയസ്സിന് മേലെയുള്ള മെയിൽസ്, അതിനകത്ത് നമ്മൾ സ്ലേവ്സ് ഉൾപ്പെടുത്തുന്നില്ല. സ്ലേവ്സ് അല്ലാത്ത 30 വയസ്സിന് മേലെയുള്ള മെയിൽസിനെയാണ് സിറ്റിസൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ സിറ്റിസൺസ് വന്നിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് വർഷത്തിൽ 4 തവണ അവർ മീറ്റ് ചെയ്യുകയും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ വിമണ്, ആർട്ടിസൻസ്, പിന്നെ ട്രേഡേഴ്സ് ആയിട്ടുള്ള ഫോറിനേഴ്സിനെയൊന്നും സിറ്റിസൺ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നില്ല. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Athens was an important trade center in the Mediterranean region. The government present in Athens 2000 years ago had rules similar to modern democracy rules. Some of that rules are as follows. Males of age above 30 except slaves were considered as citizens. Citizens formed a committee and met 4 times a year to take important decisions. Women, artisans and the foreigners who worked as traders were not considered as citizens. Question. Arthashastra refers that kingdom rests on 7 components or saptangas. What are they? അർത്ഥശാസ്ത്ര പ്രകാരം ഒരു കിങ്ഡം വന്നിട്ട് 7 കമ്പോണൻസ് അല്ലെങ്കിൽ സപ്താങ്കാസിലാണ് റെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ 7 കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അർത്ഥശാസ്ത്ര പ്രകാരം ഒരു കിങ്ഡം വന്നിട്ട് 7 കമ്പോണൻസ് അല്ലെങ്കിൽ സപ്താങ്കാസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ 7 കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്വാമി, അമത്യ, ജനപദ, ദുർഗ, കോശ, ദണ്ഡ, മിത്ര എന്നിവയൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ആസ് പെർ അർത്ഥശാസ്ത്ര, എ കിങ്ഡം റെസ്റ്റ് ഓൺ 7 components or saptangas. These 7 components are സ്വാമി, കിങ്; അമത്യ, മിനിസ്റ്റേഴ്സ്; ജനപദ, ലാൻഡ് ആൻഡ് പീപ്പിൾ; ദുർഗ, ഫോർട്ടിഫൈഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ; കോശ, ട്രഷറി; ദണ്ഡ, ജസ്റ്റിസ്; മിത്ര, ഫ്രണ്ട്ലി കൺട്രീസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് fill in the blanksഉം നെയിം ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ. മഹാവീര ഷെയർഡ് ഹിസ് ഐഡിയാസ് വിത്ത് ദ പീപ്പിൾ ഇൻ ഡാഷ് ലാംഗ്വേജസ്. മഹാവീര പീപ്പിൾസിനോട് ഏത് ലാംഗ്വേജിലാണ് ഐഡിയാസ് ഷെയർ ചെയ്തിരുന്നത്? ആൻസർ: പ്രകൃതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ജെയിൻ സെന്റർ ഇൻ കേരള. കേരളയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജെയിൻ സെന്റർ ഏതാണ്? ആൻസർ: വയനാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡാഷ് ഈസ് ഓൾസോ നോൺ ആസ് ദ മിഡിൽ പാത്ത്. മിഡിൽ പാത്ത് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ആൻസർ: അഷ്ടാംഗ മാർഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബുദ്ധിസം വാസ് ലേറ്റർ സ്പ്ലിറ്റ് ഇൻ ടു ഡാഷ് ആൻഡ് ഡാഷ്. ബുദ്ധിസം പിന്നീട് 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അത് ഏതൊക്കെയാണ്? ആൻസർ: മഹായാന ആൻഡ് ഹിനായാന. ക്വസ്റ്റ്യൻ. ഡാഷ് വാസ് ദ promulgator of materialism school of thought and a contemporary of the Buddha. ബുദ്ധയുടെ കണ്ടംപററിയും അതുപോലെ തന്നെ സ്കൂൾ ഓഫ് തോട്ടിന്റെ പ്രൊമൽഗേറ്ററും ആരായിരുന്നു? ആൻസർ: അജിത കേശ കമ്പലിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബുദ്ധിസ്റ്റ് വർക്ക് ഡാഷ് മെൻഷൻസ് അബൌട്ട് ഹൗ ബുദ്ധ ഡിസ്ക്രൈബ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് വാജി. വാജിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വിശദീകരിക്കുന്ന ബുദ്ധിസ്റ്റ് വർക്ക് ഏതാണ്? ആൻസർ: ദിഗ നികായ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ട്രൈബ്സ് ഓഫ് ദ വേദിക് പീരീഡ് were known as ഡാഷ്. വേദിക് പീരീഡിലുള്ള ട്രൈബ്സിനെ എന്താണ് വിളിച്ചിരുന്നത്? ആൻസർ: ജന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നെയിംസ് സേനാനി, പുരോഹിത ആൻഡ് ഗ്രാമണി were mentioned in the work ഡാഷ്. സേനാനി, പുരോഹിത, ഗ്രാമണി എന്ന നെയിംസ് ഏത് വർക്കിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ആൻസർ: ശതപഥ ബ്രാഹ്മണ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ. 16 മഹജനപദാസ് were constantly engaged in wars for dash. 16 മഹജനപദാസ് കോൺസ്റ്റന്റ് ആയിട്ട് വാർ നടത്തിയത് എന്തിനായിരുന്നു? ആൻസർ: ഡൊമിനൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് വാസ് ദ അൾട്ടിമേറ്റ് വിന്നർ among the 16 മഹജനപദാസ് that constantly fought for dominance. ഡൊമിനൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന 16 മഹജനപദാസിലെ അൾട്ടിമേറ്റ് വിന്നർ ആരായിരുന്നു? ആൻസർ: മഗധ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് വാസ് ദ ലാസ്റ്റ് റൂളർ ഓഫ് നന്ദ ഡൈനാസ്റ്റി ഓഫ് മഗധ. മഗധയിലെ നന്ദ ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ ആരായിരുന്നു? ആൻസർ ധനാനന്ദ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അർത്ഥശാസ്ത്ര വാസ് റിട്ടൺ ബൈ ഡാഷ്. അർത്ഥശാസ്ത്ര എഴുതിയത് ആരാണ്? ആൻസർ കൗട്ടില്യ. ക്വസ്റ്റ്യൻ ഡാഷ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളർ ഓഫ് ദി മൗര്യൻ കിങ്ഡം. മൗര്യൻ കിങ്ഡത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ ആരായിരുന്നു? ആൻസർ അശോക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അശോക ഗേവ് അപ്പ് വാർ ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് ഡാഷ്. ഏത് വാറിന് ശേഷമാണ് അശോക വാർ ഗീവ് അപ്പ് ചെയ്തത്? ആൻസർ കലിംഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ബിഗാൻ ടു സെറ്റിൽ പെർമനന്റ്ലി ഇൻ വേരിയസ് പ്ലേസസ് നോൺ ആസ് ഡാഷ്. ട്രൈബൽ കമ്മ്യൂണിറ്റീസ് വന്നിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പെർമനന്റ് ആയിട്ട് സെറ്റിൽ ചെയ്തു. അതിന് എന്താണ് വിളിച്ചിരുന്നത്? ആൻസർ ജനപദാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡാഷ് അക്വയർഡ് ബെറ്റർ മെറ്റീരിയൽ പ്രോഗ്രസ് ത്രൂ അഡ്വാൻസ്മെന്റ് ഇൻ ട്രേഡ്. ട്രേഡിന്റെ അഡ്വാൻസ്മെന്റിലൂടെ ബെറ്റർ ആയിട്ടുള്ള മെറ്റീരിയൽ പ്രോഗ്രസ് അക്വയർ ചെയ്തത് എന്താണ്? ആൻസർ വൈശ്യാസ്. ക്വസ്റ്റ്യൻ അഷ്ടാംഗമാർഗ ഇസ് ഓൾസോ നോൺ ആസ് ഡാഷ്. അഷ്ടാംഗമാർഗ വേറെ ഏത് പേരിലാണ് അറിയുന്നത്? ആൻസർ മിഡിൽ പാത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് വാസ് ആൻ ഏൻഷ്യന്റ് ഫിലോസഫർ ഓഫ് ഗ്രീസ് ഇൻ 6th century BC. 6th century BCയിലുള്ള ഏൻഷ്യൻ ഗ്രീസ് ഫിലോസഫർ ആരായിരുന്നു? ആൻസർ ഹെറാക്ലിറ്റസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് വാസ് ആൻ ഏൻഷ്യന്റ് ഫിലോസഫർ ഓഫ് ചൈന ഇൻ 6th century BC. 6th century BCയിലുള്ള ഏൻഷ്യൻ ചൈന ഫിലോസഫർ ആരാണ്? ആൻസർ കൺഫ്യൂഷ്യസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് വാസ് ആൻ ഏൻഷ്യന്റ് ഫിലോസഫർ ഓഫ് ഇറാൻ ഇൻ 6th century BC. 6th century BCയിലുള്ള ഇറാൻ ഫിലോസഫർ ആരായിരുന്നു? ആൻസർ സറാട്ടുസ്ട്ര. ക്വസ്റ്റ്യൻ വർദ്ധമന മഹാവീര വാസ് ബോൺ ഇൻ ഡാഷ് നിയർ വൈശാലി. വർദ്ധമന മഹാവീര വൈശാലിനടുത്തുള്ള എവിടെയാണ് ജനിച്ചത്? ആൻസർ കുണ്ടഗ്രാമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദർ ആർ ഡാഷ് ത്രിതങ്കരാസ് ഇൻ ജൈനിസം. ജൈനിസത്തിൽ എത്ര ത്രിതങ്കരാസ് ഉണ്ട്? ആൻസർ 24. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഇസ് ദ 24th ത്രിതങ്കര ഓഫ് ജൈനിസം. ജൈനിസത്തിലെ 24ാമത്തെ ത്രിതങ്കര ആരായിരുന്നു? ആൻസർ വർദ്ധമന മഹാവീര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് വാസ് ദ ഫസ്റ്റ് ത്രിതങ്കര. ഫസ്റ്റ് ത്രിതങ്കര ആരായിരുന്നു? ആൻസർ ഋഷഭ ദേവ. ക്വസ്റ്റ്യൻ ഡാഷ് വാസ് ദ 23rd ത്രിതങ്കര. 23rd ത്രിതങ്കര ആരായിരുന്നു? ആൻസർ പാർശ്വനാഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോക്ഷ മീൻസ് ഡാഷ്. മോക്ഷ പറഞ്ഞാൽ എന്താണ്? ആൻസർ സാൽവേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫോളോവേഴ്സ് ഓഫ് മഹായാന വർഷിപ്പ് ഡാഷ് ആസ് ഗോഡ്. മഹായാനെ ഫോളോ ചെയ്യുന്നവർ ആരെയാണ് ഗോഡായിട്ട് വർഷിപ്പ് ചെയ്യുന്നത്? ആൻസർ ബുദ്ധ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തമിഴ് വർക്ക് ഡാഷ് ഇറ്റ് സെഡ് ടു ഹാവ് എംബ്രേസ്ഡ് ബുദ്ധിസം. എംബ്രേസ്ഡ് ബുദ്ധിസം പറയുന്ന തമിഴ് വർക്ക് ഏതാണ്? ആൻസർ മണിമേഖലി. ക്വസ്റ്റ്യൻ സർനാഥ് സ്തൂപ ഈസ് ഇൻ ഡാഷ് സ്റ്റേറ്റ്. സർനാഥ് സ്തൂപ ഏത് സ്റ്റേറ്റിലാണ്? ആൻസർ ഉത്തർപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് വാസ് ബുദ്ധാസ് ഡിസിപ്പിൾ. ബുദ്ധന്റെ ഡിസിപ്പിൾ ഏതായിരുന്നു? ആൻസർ അനന്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാലി മീൻസ് ഡാഷ്. ബാലി പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആൻസർ ടാക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കലിംഗ ഈസ് ഇൻ ഡാഷ് സ്റ്റേറ്റ്. കലിംഗ ഏത് സ്റ്റേറ്റിലാണ്? ആൻസർ ഒഡീഷ. Question most of the Ashoka's inscriptions refer to the king as dash meaning dash. അശോകയുടെ ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ കിങ്ങിനെ എന്തായിട്ടാണ് റെഫർ ചെയ്യുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? ആൻസർ ദേവനം പിയ, ബിലൗഡ് ഓഫ് ഗോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് ഓഫ് ദ സ്ക്രിപ്റ്റ്സ് യൂസ്ഡ് ഇൻ മോഡേൺ ഇന്ത്യ ആർ ഡിറൈവ്ഡ് ഫ്രം ദ ഡാഷ് സ്ക്രിപ്റ്റ്. മോഡേൺ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ സ്ക്രിപ്റ്റ്സും ഏതിൽ നിന്നും അല്ലെങ്കിൽ ഏത് സ്ക്രിപ്റ്റിൽ നിന്നും ഡിറൈവ് ചെയ്തതാണ്? ആൻസർ ബ്രഹ്മി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാമ ഇൻ അശോകധാമ മീൻസ് ഡാഷ്. അശോകധാമയിലെ ദാമയുടെ അർത്ഥം എന്താണ്? ആൻസർ ധർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെന്റർ ഇൻ ദ മെഡിറ്ററേനിയൻ റീജിയൻ. മെഡിറ്ററേനിയൻ റീജിയനിലുള്ള ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെന്റർ ഏതാണ്? ആൻസർ ഏതൻസ്. ക്വസ്റ്റ്യൻ നെയിം 2 ടൈപ്സ് ഓഫ് ടാക്സസ് കളക്റ്റഡ് ബൈ മഹാജനപദാസ്. മഹാജനപദാസ് കളക്ട് ചെയ്ത 2 ടൈപ്പ് ടാക്സസ് ഏതൊക്കെയാണ്? ആൻസർ ബാലി ആൻഡ് ബാഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെയിം ദ ക്യാപിറ്റൽ ഓഫ് വത്സ മഹാജനപദ. വത്സ മഹാജനപദയുടെ ക്യാപിറ്റൽ ഏതാണ്? ആൻസർ കൗസംബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
നെയിം ദ പ്രസന്റ് ഇന്ത്യൻ സ്റ്റേറ്റ് വേർ മഗധ ബിലോങ്. മഗധ ബിലോങ് ചെയ്ത ഇപ്പോഴത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ആൻസർ ബീഹാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി. ഹിസ്റ്ററിയുടെ ഫാദറായി കൺസിഡർ ചെയ്യുന്നത് ആരാണ്? ആൻസർ ഹെറോഡോട്ടസ്. ക്വസ്റ്റ്യൻ. നെയിം പ്രൊമിനന്റ് കിങ്സ് ഓഫ് മഗധ ഹരിയാങ്ക ഡൈനാസ്റ്റി. മഗധ ഹരിയാങ്ക ഡൈനാസ്റ്റിയിലെ പ്രൊമിനന്റ് കിങ്സ് ആരൊക്കെയായിരുന്നു? ആൻസർ ബിംബിസാര, അജാതശത്രു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം പ്രൊമിനന്റ് കിങ്സ് ഓഫ് മഗധ ശിശുനാഗ ഡൈനാസ്റ്റി. മഗധ ശിശുനാഗ ഡൈനാസ്റ്റിയിലെ പ്രൊമിനന്റ് കിങ്സ് ആരൊക്കെയായിരുന്നു? ആൻസർ ശിശുനാഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം പ്രൊമിനന്റ് കിങ്സ് ഓഫ് മഗധ നന്ദ ഡൈനാസ്റ്റി. മഗധ നന്ദ ഡൈനാസ്റ്റിയിലെ പ്രൊമിനന്റ് കിങ്സ് ആരൊക്കെയാണ്? ആൻസർ മഹാപത്മ നന്ദ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ടു ഫേമസ് സ്റ്റൂപ്പാസ്. രണ്ട് ഫേമസ് ആയിട്ടുള്ള സ്റ്റൂപ്പാസിന്റെ പേര്. ആൻസർ സാഞ്ചി ആൻഡ് സാർനാഥ്. ക്വസ്റ്റ്യൻ. ഹൗ മെനി മഹാജനപദാസ് ഡിഡ് അങ്കൂട്ടര നികായ സ്പീക്സ് ഓഫ്. അങ്കൂട്ടര നികായയിലെ പ്രകാരം എത്ര മഹാജനപദാസ് ഉണ്ട്? ആൻസർ 16 മഹാജനപദാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് മൗര്യ കിങ്ഡം. മൗര്യ കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? ആൻസർ പാട്ലിപുത്ര അല്ലെങ്കിൽ പാറ്റ്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ടു സെക്ട്സ് ഫോംഡ് ഇൻ ജൈനിസം. ജൈനിസത്തിൽ ഫോം ചെയ്തിട്ടുള്ള രണ്ട് സെക്ഷൻസ് ഏതൊക്കെയാണ്? ആൻസർ സ്വതംബരാസ് ആൻഡ് ദിഗംബരാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ടു എഫിഷ്യന്റ് റൂളേഴ്സ് ഓഫ് മഗധ. മഗധയിലെ എഫിഷ്യന്റ് ആയിട്ടുള്ള രണ്ട് റൂളേഴ്സ് ഏതൊക്കെയാണ്? ആരൊക്കെയാണ്? ബിംബിസാരയും അജാതശത്രുവും. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.